ഡിസംബർ മാസത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ സാധാരണമാണെങ്കിലും ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള ഇലകൊഴിച്ചിലും കായകൊഴിച്ചിലും മുഖ്യമായും ഫൈറ്റോഫ്തറ കുമിൾബാധ കാരണമാണ്. ഇലകളിൽ മങ്ങിയ ചാരനിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് കുമിൾബാധ ആരംഭിക്കുന്നത്. ഈ പാടുകൾ വളർന്ന് ഇല മുഴുവൻ പരക്കുന്നു. കായ്കളിലാവട്ടെ ഞെട്ടിൽ ഇരുണ്ട പുള്ളിക്കുത്തുകൾ ആയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് ഇലകൾ, തണ്ടുകൾ, കായ്കൾ എന്നിവയിൽ മുറിവുകൾ ഉണ്ടാകുകയും കായ്കൾ പിളർന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും. തോട്, പത്രി എന്നിവ അഴുകി ദുർഗന്ധം പുറപ്പെടുവിക്കുകയും അഴുകൽ പുരോഗമിക്കുമ്പോൾ കായകൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. ഇലകളാകട്ടെ പച്ചയായിരിക്കുമ്പോൾ തന്നെ ചെമ്പ് നിറം കലർന്ന ചുവപ്പായി മാറിയതിനു ശേഷം കൊഴിഞ്ഞു വീണ് മരത്തിന് ചുവട്ടിൽ കട്ടിയുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ ഒരു പരവതായി രൂപപ്പെടുത്തുകയും ഇത് അണുബാധയെ കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യും. കുമിൾബാധ വന്നു കഴിഞ്ഞ തോട്ടങ്ങളിൽ നിയന്ത്രണ മാർഗങ്ങൾ എത്രയും വേഗം സ്വീകരിക്കേണ്ടതുണ്ട്. ബീജകോശങ്ങളുടെ വ്യാപനം തടയാൻ കുമിൾ ബാധിച്ച ഇലകളും ശാഖകളും വെട്ടി മാറ്റി കത്തിച്ചു കളയണം. കുമിൾബാധയുടെ ആരംഭ ദശയിൽ പെട്ടെന്നുള്ള നിയന്ത്രണത്തിന് കാർബൻഡാസിം മാംഗോസെപ് ചേർന്ന കുമിൾനാശിനി 0.2% വീര്യത്തിൽ, അതായത് 400 ഗ്രാം കുമിൾനാശിനി 200 ലിറ്റർ വെള്ളം നിറച്ച ഡ്രമ്മിൽ ലയിപ്പിച്ച് 120 മില്ലി വെറ്റിംഗ് ഏജൻറ്റ് കൂടി ചേർത്ത് മരം ഒന്നിന് 25 ലിറ്റർ കിട്ടത്തക്ക വിധം തോർച്ചയുള്ള ദിവസം നോക്കി തളിച്ചു കൊടുക്കണം. മഴ വീണ്ടും തീവ്രമാകുകയാണെങ്കിൽ 20 ദിവസത്തിന് ശേഷം കോപ്പർ ഹൈഡ്രോക്സൈഡ് 0.25% വീര്യത്തിൽ, അതായത് 500 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 200 ലിറ്റർ വെള്ളം നിറച്ച ഡ്രമ്മിൽ ലയിപ്പിച്ച് 120 മില്ലി വെറ്റിംഗ് ഏജൻറ്റ് കൂടി ചേർത്ത് മരം ഒന്നിന് 25 ലിറ്റർ കിട്ടത്തക്ക വിധം തളിച്ചു കൊടുക്കണം. കൃത്യസമയത്ത് ശരിയായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് രോഗബാധയെ ചെറുക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് ഫൈറ്റോഫ്തറ കുമിൾ വളരുന്നത് എന്നതിനാൽ മതിയായ നീർവാർച്ച സൗകര്യങ്ങൾ തുടക്കത്തിലെ ഉറപ്പാക്കുക. തോട്ടത്തിൽ കൂടുതൽ തണൽ ഉണ്ടാവുന്നത് കുമിളുകൾക്ക് അനുകൂലമായ സാഹചര്യം നൽകുന്നു എന്നതിനാൽ തണൽ നിയന്ത്രിക്കുന്നതിനും വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനും നിയന്ത്രിത കൊമ്പുകോതൽ ചെയ്യുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് മെയ്-ജൂൺ മാസങ്ങളിൽ 1% വീര്യത്തിലുള്ള ബോഡോ മിശ്രിതം തളിക്കുകയും മഴയുടെ തീവ്രത കൂടുതലാണെങ്കിൽ 45 ദിവസത്തിന് ശേഷം രണ്ടാമതൊരു തളിക്കൽ കൂടെ നൽകുകയും വേണം. ബോഡോ മിശ്രിതത്തിൻ്റെ പ്രതിരോധ തളിക്കൽ കൊണ്ട് തന്നെ ഇലകൊഴിച്ചിൽ 80% തടയുവാൻ സാധിക്കും. ട്രൈക്കോഡെർമ ജൈവ കുമിൾനാശിനി ചാണകപ്പൊടിയിൽ സമ്പുഷ്ടീകരിച്ച് മണ്ണിൽ പ്രയോഗിക്കുന്നത് കുമിൾബാധ ഫലപ്രദമായി തടയും. 1 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടി 10 കിലോ വേപ്പൻ പിണ്ണാക്ക് എന്നിവയുമായി യോജിപ്പിച്ച് 10 ദിവസത്തോളം എടുത്ത് ആവശ്യാനുസരണം ഇളക്കി നനച്ചു കൊടുത്താണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കിയ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഒരു ജാതിക്ക് 20 കിലോ എന്ന കണക്കിന് മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചോട്ടിലിട്ട് കൊടുത്താൽ ഈ കുമിളുകളെ പ്രതിരോധിക്കാൻ സാധിക്കും. മണ്ണിന്റെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നത് സസ്യങ്ങളുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്തും എന്നതിൽ തർക്കമില്ല. അതിനാൽ മണ്ണിന്റെ പുളിപ്പ് ശരിയാക്കാൻ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പ്രയോഗിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അവസാനത്തെ വിളവെടുപ്പിന് ശേഷം ചെറിയ തോതിൽ കൊമ്പുകോതൽ ചെയ്യുമ്പോൾ 1 മാസത്തിനകം അടുത്ത വർഷത്തെ ശാഖകൾ ഉൾക്കൊള്ളുവാനുള്ള ചെറുശാഖകളും തളിരിലകളും രൂപപ്പെടും. തത്സമയം IASR ജാതി സ്പെഷ്യൽ പോലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ച്, അതായത് 200 ലിറ്റർ വെള്ളമുള്ള ഡ്രമ്മിൽ 1 കിലോ നട്ട്മെഗ് സ്പെഷ്യൽ 120 മില്ലി വെറ്റിംഗ് ഏജൻറ്റ് കൂടി ചേർത്ത് ഇലകളിൽ തളിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.